ഈ സ്ഥലത്തിൻ്റെ പേര് ശങ്കുലി എന്നാണ്. എന്നുവെച്ചാൽ ഇതിന് ഇങ്ങനെ പേര് കിട്ടാൻ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളും ഇഷ്ടംപോലെ പക്ഷികൾ കൂടുകൾ കൂട്ടുന്ന ഒരു പ്രദേശമായതുകൊണ്ട് കാറ്റ് ഈ മരങ്ങളിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ശംഖ് വിളിക്കുന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ശങ്കുലി പിൽക്കാലത്ത് ശങ്കിലി എന്നായി മാറിയത്. ശങ്കിലിയിലുള്ള ശങ്കിലി ആറ് എന്ന് പറയുന്നത് കുങ്കുമലയാറും വെള്ളമലയാറും ചേർന്നിട്ട് ഈരാറ്റുമുക്കിൽ ചേർന്ന് ഒഴുകി താഴേക്ക് വന്നിട്ട് ചീനിക്കാരാറുമായി ചേരും. അത് കഴിഞ്ഞിട്ട് ശങ്കിലിയിൽ വന്നിട്ട് പൊന്മുടിയാറും ഈ കുങ്കുമലയാറും പിന്നെ ചീനിക്കാലയാറും എല്ലാം കൂടെ അവിടെ വെച്ച് ചേർന്ന് കുളത്തൂപ്പുഴയാറായിട്ടാണ് പിന്നെ പോകുന്നത്. അതാണ് തെന്മല പോയിട്ട് തെന്മല ഡാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു നദി എന്ന് പറയുന്നത് ഈ കല്ലടയാറ് എന്ന് പറയുന്നത് ഈ പെരിങ്ങമല പഞ്ചായത്തിൽ നിന്ന് ഒഴുകി കുളത്തൂപ്പുഴ വഴി തെന്മലയിലെത്തുന്ന ഈ നദിയാണ്. കൊല്ലം ജില്ല വഴി തിരുവനന്തപുരം കൊല്ലം ജില്ല വഴി എത്തുന്നു. ആന ചാണിയൻ എന്ന് പറയും. പിന്നെ അത് പ്രായമായ ആനയാണ് ചാണിയൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ചാണിയൻ എന്ന് പറയുന്നത് അത് പ്രായമായതിനെ കൊണ്ടാണ്. പ്രായമായ ആനയാണ് ചാണിയൻ എന്ന് പറയുന്നത്. കുട്ടിയാനകളെ പറയത്തില്ല. പോത്തിനെയും അതുപോലെ തന്നെ പോത്ത് പ്രായമായി കഴിഞ്ഞാൽ പോത്തിനെയും ചാണിയൻ എന്ന് പറയും. കാട്ടില് ആദിവാസികൾ ഭാഷയാണ്. കാട്ടിയം എന്നൊക്കെ പറയാറുണ്ടല്ലോ. കാട്ടിയം ഇവിടെ പറയില്ല. അത് വയനാട് ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും കാട്ടിയം എന്ന് പറയുന്നത്. കടുവയ്ക്ക് എന്താ പറയുന്നത് നിങ്ങൾ? കടുവ തന്നെ. വരയമ്പുലി എന്നൊന്നുമില്ല. അല്ല കടുവ എന്നൊന്നുമില്ല.